എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ വണ്ടിയിൽ ഇത്തരം എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊരു മേക്കിംഗ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിലുപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കുകൾ, അതിൻ്റെ ശബ്ദം, മ്യൂസിക് ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യും. സിനിമ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇതിനൊരു മേക്ക് ബിലീഫ് എന്ന് പറയുന്നതിന് ഇപ്പോൾ ഈ വളരെയധികം പോസിബിലിറ്റീസ് ഉണ്ട് സിനിമയിൽ. പണ്ട് അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി കാണാം. പണ്ട് നമ്മൾ ഈ സമയത്ത് ഇതൊന്നുമില്ല. അപ്പോൾ വളരെയധികം പോസിബിലിറ്റീസ് ഉണ്ട്. അതിന് പിന്നെ ചില സിനിമകൾക്ക് പലപ്പോഴും ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അത് ഷൂട്ട് ചെയ്യാവുള്ളൂ. അതിനേക്കാളും ഭയങ്കര ഓവറായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക്, അപ്പോൾ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അയാൾ ഷൂട്ട് ചെയ്തു. ഇത് സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്താൽ ഇതിന് ഇത്രയും ചിലപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ടെക്നിക്കും പിന്നെ സ്ക്രിപ്റ്റിങ്ങും ബാക്കി എല്ലാ ഘടകങ്ങളും കൂടെ പെർഫെക്റ്റ് ആകുമ്പോഴാണ് ഒരു സിനിമ സക്സസ് ആകും. അത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബ്ലെസ്സിയുടെ വിജയം. മലയാളിക്ക് ഒരു പക്ഷേ പുതിയൊരു അനുഭവം. ഞാൻ പറഞ്ഞു വരുന്നത്, ചിത്രത്തിലെ സീനുകളിൽ ഏറെക്കുറയും റോഡ് ആണ് പശ്ചാത്തലം. ഇത് ഒരു റോഡ് മൂവി ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ചിത്രമാണോ? അതിനേക്കാൾ നല്ല നമുക്ക് പെട്ടെന്ന് ഭയങ്കര ത്രില്ലറാണിത്. ഇറ്റ്സ് എ ത്രില്ലർ. ഒരാളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അതിലൊരു ഭയങ്കര സസ്പെൻസ് ത്രില്ലറാണ്. അതിൽ ശരിക്കും പിന്നെ അതൊരു ഫാമിലി ഫിലിമായിട്ട് മാറുന്നത്. കുറേ കോമ്പിനേഷൻസാണ്. ഒരു റോഡ് മൂവിയാണ്, ഒരു ത്രില്ലറാണ്, ഒരു ആക്ഷൻ ഫിലിമാണ്, അല്ലേ, ഒരു ആക്ഷൻ പാക്ഡ് ഫിലിമാണ്. എപ്പോഴും എന്താ സംഭവിക്കാൻ പോകുന്നുള്ള അതിൽ ആക്ഷനുണ്ട്. പിന്നെ അതൊരു ഫാമിലി ഫിലിമാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക ഷോണറിൽപ്പെട്ട സിനിമയായിട്ട് വേണമെങ്കിൽ പറയാം. പ്രത്യേക ഒരു വിഭാഗത്തിൽ ഇതുവരെ അത്തരം ഇത്രയും കൂടെ ചേർന്ന ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഇതൊരു റോഡ് സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദൂരെ പോകുന്നുള്ളൂ. പക്ഷേ ആ പോകുന്നത് പ്രത്യേക ഒരു കാറിൽ നിന്ന് ഒരു ബസ്സിലായി, അതിൽ നിന്ന് ലോറിയിലായി, അതിൽ നിന്നൊരു ജീപ്പിലായി. അതിൻ്റെ ട്രാൻസിഷനൊക്കെ ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനൊരു വലിയ വിലയിലാണ് ലോഡ് ഇരിക്കില്ലേ, ലോഡ് ഇരിക്കില്ല. ഇല്ലല്ലേട്ടാ, അത് പറയും പോലെ ഇതിലെ സാഹസിക രംഗങ്ങൾ, എനിക്ക് തോന്നുന്നു ഒത്തിരി സാഹസിക രംഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് ശിവൻകുട്ടി. പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, ലാലേട്ടൻ ഡ്യൂപ്പില്ലാതെയാണ് ഇത് ചെയ്തേക്കുന്നത്. വളരെ കൃത്യമായിട്ട് ആ ഷോട്ടുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുത്തത്? അങ്ങനെ പറഞ്ഞാൽ ഇതിൽ നമ്മളൊരു സിനിമ അഭിനയിക്കാൻ സമ്മതിച്ചാൽ പിന്നെ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി പല റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം റോഡില്ല, വണ്ടികൾ പോലും പോവില്ല. ആ ജീപ്പൊക്കെ എങ്ങനെ പോയി എന്ന് പിൽക്കാലത്ത് നമുക്ക് ചിന്തിക്കാം. കാര്യം നമ്മൾ കാണുമ്പോൾ റോഡില്ല, പക്ഷെ അതിലേക്ക് നമ്മൾ ജീപ്പ് ഓടിച്ച് കയറ്റി. കാര്യം ആ ജീപ്പ് ഡ്രൈവർ ശിവൻകുട്ടിക്ക് ചെയ്യാവുന്നൊരു കാര്യം നമ്മൾ ചെയ്തു. പലപ്പോഴും ഭയങ്കര റിസ്കിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. കാര്യം ജീപ്പുകൾക്ക് വേണമെങ്കിൽ ബ്രേക്ക് പോകാൻ ഒരു വണ്ടിയാണ്, ഒരു വണ്ടിയുടെ ബ്രേക്ക് പോയി. നമ്മൾ ചില ഷോട്ടുകളിലൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വണ്ടി പോകും. അപ്പോൾ അതിൻ്റെ അത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് സേഫ്റ്റി എന്ന് പറയുന്നത് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുള്ള സിനിമയാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ പിന്നെ അതിൻ്റെ പുറകിലുള്ള ഒരു വിശ്വാസം, ഒരു കമ്മിറ്റ്മെൻ്റൊക്കെ തന്നെയാണ് ആ സിനിമയെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ഞാൻ അതാ ആദ്യം പറഞ്ഞു, നമ്മൾക്ക് മെൻ്റലി ഫിസിക്കലി ഒക്കെ ഭയങ്കരമായ കഷ്ടപ്പെട്ട സിനിമയാണ്. കാര്യം ഞാൻ മാത്രമല്ല, നമ്മുടെ യൂണിറ്റിലുള്ള എല്ലാവരും ആ സിനിമയ്ക്ക് വേണ്ടി നിന്ന് ജോലി ചെയ്യുന്ന, ഒരു ജോലി പോലെ നിന്ന് ചെയ്തിട്ടാണ് ഈ സിനിമയെ. അല്ലെങ്കിൽ ഈ സിനിമ ഒരു 10-100 ദിവസം ചിലപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടി വന്നത്. വളരെയധികം രാത്രികൾ, നമുക്ക് വളരെയധികം സങ്കടം തോന്നിയ ഇത് ഉറങ്ങാൻ പറ്റാതെയും കുറച്ച് കഴിയുമ്പോഴത്തേക്കേ. അപ്പോൾ ഏതാണ്ട് ഒരു ശിവൻകുട്ടിയുടെ മാനസിക അവസ്ഥയിൽ ആ സിനിമ ഞാൻ ചെയ്തത്.